രാത്രി ബോറടിച്ചപ്പോൾ വീട്ടിൽ നിന്ന് പഴയ സൈക്കിൾ എടുത്തിറങ്ങിയതാണ് ഞാനും അനിയത്തിയും. അവളെന്റെ പുറകിലിരിക്കുകയാണ്. വീട് കഴിഞ്ഞ് കുറച്ചു ദൂരം ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി റോഡിന്റെ സൈഡിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ അർദ്ധരാത്രിയിൽ അവൾ ഇവിടെ എന്തെടുക്കുകയാണെന്നോർത്ത് എനിക്ക് ചെറിയൊരു അസ്വാഭാവികത തോന്നി. ഞാൻ അതൊന്നും കാര്യമാക്കാതെ സൈക്കിൾ മുന്നോട്ട് തന്നെ ഓട്ടി. പക്ഷേ കുറച്ചു ദൂരം കൂടെ ചെന്നപ്പോൾ അതേ പെൺകുട്ടിയെ ഞാൻ വീണ്ടും കണ്ടു. എനിക്ക് വല്ലാത്തൊരു പേടി തോന്നി. ഒരേ പെൺകുട്ടി തന്നെ എങ്ങനെ ഞങ്ങളെ മറികടന്ന് വീണ്ടും മുന്നിലെത്തി? ഇനി മുന്നോട്ട് പോകുന്നത് സുരക്ഷിതമല്ലെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. സൈക്കിൾ വേഗത്തിൽ തിരിച്ച് ചവിട്ടാൻ തുടങ്ങി. വീടെത്താൻ ഇനി കുറച്ചു ദൂരം കൂടെയുള്ളൂ. ഇപ്പോൾ ആ പെൺകുട്ടി ദാ തൊട്ടു മുന്നിലെ റോഡിന്റെ നടുവിലായി നിൽക്കുകയാണ്. ഞാൻ സൈക്കിളിന്റെ വേഗത കുറിച്ച് അവളെ സൂക്ഷിച്ചു നോക്കി. കനത്ത ഇരുട്ടിലും അവളുടെ രൂപം എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. അവളുടെ കാലുകൾ തറയിലില്ല, വായുവിൽ ഉയർന്നു നിൽക്കുകയാണ് അവൾ. ഭയം കൊണ്ട് വിറച്ച് ഞാൻ പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. എന്റെ അനിയത്തി പുറകിലില്ല. പെട്ടെന്നാണ് എന്റെ ഫോൺ റിങ് ചെയ്തത്. ഈ പാതിരാത്രിയിൽ ആരാണെന്ന് പേടിയോടെ ഞാൻ എടുത്ത് നോക്കി. സ്ക്രീനിൽ അമ്മ എന്ന് തെളിഞ്ഞു. ഞാൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. പക്ഷെ മറുവശത്ത് നിന്ന് സംസാരിച്ചത് അമ്മയല്ല, അനിയത്തിയായിരുന്നു.